നസ്രാണി സഭ സുറിയാനി അംഗങ്ങളെ നമ്മുടെ സഭ നമ്മുടെ റീത്തിലുള്ള എല്ലാ സഭയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നേറാം. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളെല്ലാം കർത്താവിന് അർപ്പിക്കാം. ഏകീകൃത കുർബാന വരുവാനും അതിലൂടെ നമുക്ക് ആനന്ദം നമുക്ക് കർത്താവിൽ നിന്ന് കിട്ടുവാനും സന്തോഷിക്കുവാനും നമുക്ക് ഇടവരുത്തട്ടെ. സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന എത്രയും വേഗം എല്ലാ പള്ളികളിലും നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഞായർക്ക് പള്ളി ഇടവകയാണ്. അവിടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ പെരുന്നാൾ ഉണ്ടായി. പെരുന്നാൾ. അപ്പോൾ മിക്ക പള്ളികളിലും അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അവർ ഈ കുർബാന കണ്ടു. ഞാൻ ഏകീകൃത കുർബാന ഇല്ലാത്തത് കൊണ്ട് പൊതുവെ കുർബാന കാണൽ കുറവാണ്. അഥവാ പിള്ളേരുടെ ആവശ്യങ്ങൾക്കുമായിട്ട് പള്ളിയിൽ പോകേണ്ടി അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ വേദപാഠത്തിൻ്റെ ഭാഗമായിട്ട് അവരോടൊപ്പം നിൽക്കാണ്ട് നിവർത്തിയില്ലല്ലോ. എങ്കിലും ഞാൻ വിശുദ്ധ കുർബാന കുമ്പിട്ടിരുന്ന് ശബ്ദം മാത്രം കേട്ട്, കാണില്ല, ശബ്ദം, അതായത് വിശുദ്ധ കുർബാനയുടെ മാത്രം കേട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് സാധാരണ ഞാൻ കുർബാന ഇപ്പോൾ ചിലപ്പോഴൊക്കെ കാണേണ്ടി വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ സംതൃപ്തി അടയുന്നത്. എൻ്റെ മക്കൾ വീട്ടിൽ വന്ന് വളരെയധികം സങ്കടപ്പെട്ട് പറഞ്ഞ്, കുർബാനയുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗാനങ്ങൾ ഭയങ്കര പാട്ടാണ്. ഞാൻ നിങ്ങൾ ചെകിടിച്ച് പോയി എന്ന് പറയണം. തലവേദന എടുത്തു പോയി, അത്ര ശബ്ദത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങൾ മൈക്കിൻ്റെ അവിടെ സ്പീക്കറിൻ്റെ അവിടെ നിന്ന് മാറിയിരിക്കണം, സ്പീക്കർ അങ്ങോട്ട് പരിസരത്ത് തന്നെ ഇല്ല. അവർ പറഞ്ഞ്. അതുപോലെ വൈഫും പറഞ്ഞ്, തലവേദന എടുക്കണം, എന്ത് ശബ്ദത്തിലാണ് പാട്ട്. പള്ളി അങ്കണത്തിൽ വരിലുണ്ടാവുന്ന ആൾക്കാരുള്ളൂ കുർബാന കാണാനായിട്ട്. കാരണം ഭയങ്കര കുറവായിരുന്നു, വളരെ കുറവ്. എന്നിട്ട് ഈ ഈ കച്ചവട മനോഭാവത്തിൽ ഇരുന്ന് പാട്ട് നടത്തുന്നവർക്ക് ഒരു വിശുദ്ധി ഇല്ലാത്ത, ഇങ്ങനെ അട്ടിപ്പേറായിട്ട് ഇങ്ങനെ തിന്ന് കൊഴുത്ത് നടക്കുന്ന ഈ വർഗങ്ങളുടെ പാട്ട് കേൾക്കാൻ, ഈശോയുടെ മഹത്വത്തിന് പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ രോഗിയായിട്ടാണ് പള്ളിയുടെ അകത്ത് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ശാരീരികമായും മാനസികമായിട്ട് തകർന്നാണ്. കുട്ടികൾ തലച്ചകിടിച്ചു എന്ന് പറയണം. അത്ര നമ്മൾക്ക് ഈ തലച്ചോറിന് എന്തോരം ആഘാതം ഏറ്റിട്ടുണ്ടോ. അതുപോലെ എൻ്റെ വൈഫും ഭയങ്കര ഇതാണ്, തല ഭയങ്കര വേദന എടുത്തു എന്നാണ്. എന്തോരം മാനസികവും ശാരീരികമായിട്ട് നമ്മൾ ഈ പള്ളിയിൽ തന്നെ പോകുന്നത് ഇത്ര പീഡനമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണം മാത്രം മതി. ഒരു സിനിമാ ശാലയിലേക്കാളും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് ദേവാലയത്തെ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന വന്ന് ആ നസ്രാനിയുടെ സുറിയാനിയുടെ ആചാരം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ചുള്ള ഗാനാലാപനവും വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ആ തിരുക്കർമ്മങ്ങളോടൊപ്പം ആലപിക്കേണ്ട ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ആത്മവിശുദ്ധിയിൽ ഭക്തിപൂർവമായിട്ട് ഒരു ദൈവിക ആത്മീയമായ ഒരു അനുഭവം നമുക്കുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ചൈതന്യത്തിലും ആ സ്നേഹത്തിലും ഈ എളിമയിലും വിനയത്തിലുള്ള ആ കൊയർ സംഘങ്ങളെ ചിട്ടപ്പെടുത്തുവാനും അതിലൂടെ വൈദികരുടെ ആത്മവിശുദ്ധി കൂടുതലും കൊണ്ടുവന്ന് ആ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ എത്രയും വേഗം ചെയ്യേണ്ടത് ഈ സിനഡിൻ്റെ നേതൃത്വഭാഗത്തിലാണ്. അതിലെല്ലാ രൂപതകളിലും ഇതുപോലെ നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കാനും അതിനോട് ബന്ധപ്പെട്ട
കൊയർ നടത്തുവാനും ഇടവരുത്തണം. ഞങ്ങൾക്ക് വളരെയധികം വളരെയധികം ഞങ്ങൾക്ക് ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അത് മാണിക്യപ്പുറം വച്ചാൽ ഇതിലൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ വോയിസ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ പറയുമ്പോൾ അച്ഛൻ വളരെയധികം അതിനൊരു ചുക്കാൻ പിടിച്ച് നേതൃത്വപാഠത്തിൽ പോപ്പിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള നമ്മുടെ സീറോ മലബാർ സഭയുടെ കുർബാന രീതി അന കൊയറിൻ്റെ രീതിയൊക്കെ ശരിയായ രീതിയിൽ വ്യക്തമായി അത് പറഞ്ഞ് കൂടുതലും വിവേകത്തോടും നല്ല അറിവോടും കൂടി ഈ കുർബാന അർപ്പിക്കുവാനും പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കാനും ഇടവരുത്താനുള്ള വേണ്ട വഴികളും രീതികളൊക്കെ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളിലേക്കും മാണിക്യപ്പുറം വച്ച അച്ഛൻ്റെ അച്ഛൻ്റെ നിരീക്ഷണത്തിലും എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. മിക്ക മെസ്സേജുകളും അച്ഛൻ്റെ കേൾക്കാറുണ്ട്. അച്ഛൻ അത്രമാത്രം കഷ്ടപ്പെട്ട് ഈ സഭയുടെ ആ ഒത്തൊരുമയിൽ ആ കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ ഏകീകരണം കൊണ്ടുവരാൻ അത്ര വിവേകത്തോടും ബുദ്ധിയോടും നല്ല കർക്കശമായ ആ തീരുമാനങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വളരെയധികം ദൈവം നിയോഗിച്ച ഒരു 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 ഉപകരണമാണ് മാണിക്യപ്പുറം അച്ഛൻ. അച്ഛന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും എല്ലാം നേരുന്നു. എല്ലാ ആരോഗ്യ സൗഖ്യം അച്ഛനുണ്ടാവട്ടെ. ഈ എളിയ വാക്കുകൂടി അച്ഛൻ ഒന്ന് മനസ്സിലിരുത്തി നമ്മുടെ ഈ കൊയർ ഒരു മാറ്റം വരുത്തണം. ഒരു ഗാന രീതിയെ കാണാനല്ല നമ്മൾ വിശ്വാസികൾ വല്ലത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനുമാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അല്ലാണ്ട് ആളുകളുടെയൊക്കെ ശബ്ദ ആലാപനത്തിൻ്റെ ശൈലി കണ്ട് ആരാധിക്കാനല്ല. മ്ലേച്ഛമായ ഈ ഒരു സിനിമ കലാലയം ഒന്നുമല്ല ദേവാലയം. അതിനകത്ത് നമ്മൾ ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹാരാധന പോലെയൊക്കെ വീട്ടിൽ കാണിച്ചാൽ മതി. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ആ പണിയൊന്നും വേണ്ട. അതിനു വേണ്ടിയൊക്കെ ആർജവം അച്ഛ ഈ തീരുമാനം എടുക്കാനായിട്ടുള്ള അതിനുള്ള വാക്കുകൾ ടോക്കൊക്കെ ആയിരിക്കട്ടെ. അച്ഛൻ എല്ലാവരും ഒരു ബോധവൽക്കരണം നടത്തണം. അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയത്നം